ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും വല്യമ്മയും ജയൻചേട്ടനും പ്രിയച്ചിയും കൂടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. അവര് വിളിച്ചോണ്ട് പോയതായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. മനസ്സിലായി, കാര്യം പറയ്. ഫുഡ് കഴിച്ച് ബില്ല് പേ ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോ നിങ്ങൾ ബാക്കി പറയേ. പിന്നീട് എന്തുണ്ടായി? ചിക്കനും മട്ടനും പോത്തും കീത്തും എല്ലാം കൂടെ ഞങ്ങൾ വാരി വലിച്ചു കഴിച്ചു. ഓശിന് കിട്ടിയതല്ലേ, വിഴിഞ്ഞേക്കാന്ന് കരുതി. പിന്നെ ബില്ല് വന്ന് ഓൺലൈനിൽ പേ ചെയ്യാൻ നോക്കിയപ്പോ ഇവളുടെ അക്കൗണ്ടിൽ കാശൊന്നും ഇല്ലത്ര. അങ്കിൾ, എന്റെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഓ, ഒരു നയാ പൈസ ഈ പെണ്ണിന്റെ ഇല്ല. രമ്യ പോലെയൊന്നും അല്ല, എവള് പിച്ചക്കാരി. മര്യാദയോട് പറഞ്ഞാലുണ്ടല്ലോ, ഈ തളേനെ വിളിച്ചോണ്ട് പോണ, ഇല്ലെങ്കിൽ എന്റെ കൺട്രോള് പോവും. കിളവിയാണെന്നൊന്നും ഞാൻ നോക്കൂല. മോളെ, ക്യാഷ് ട്രാൻസ്ഫർ ആവാത്തത് നെറ്റ്വർക്കിന്റെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കും. മോള് വിഷമിക്കാതിരിക്കും. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് എങ്ങനെ ഊരി പോന്നു? ഞങ്ങള് കുറച്ചുനേരം അവിടെ നിന്ന് വിയർത്ത്. പിന്നെ ഗത്യന്തരം ഇല്ലെങ്കിൽ അവിടത്തെ തൂപ്പുകാരിയായി മാറാന്ന് ഞാൻ അങ്ങ് കരുതി. അപ്പോഴേക്കും ദേ ഇവന്റെ കൂട്ടുകാരനെ വിളിച്ച് ബില്ലടപ്പിച്ച്. മന്ത്രിയുടെ മോൾ ഇത്ര ഗതി കെട്ടവളാണെന്ന് ഞാൻ കരുതിയില്ല. ജാട കണ്ട് വീട് പോയതാന്നേ. ആ രമ്യ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ടാ. അല്ലെങ്കിൽ ഞങ്ങൾ അവളെ വിളിച്ച് ബില്ലടപ്പിച്ചേനെ. മോളെ, മോളകത്തോ ആ, നിങ്ങള് കളിയാക്കിക്കോ. നെൽപ്പാടത്ത് കതിരും പതിരും ഉണ്ട്. പതിര് തലപൊക്കി നിൽക്കും, കാരണം അതിന്റെ തലയിൽ നെല്ലില്ല. പക്ഷേ കതിര് തല ഒനിച്ചു നിൽക്കും, കാരണം അതിന്റെ തലയിൽ നെല്ലുണ്ട്. ആ കൊച്ചു തല ഒനിച്ചു നിൽക്കുന്നത് അതിന്റെ തലയിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാ. തെരുവ് തേണ്ടിയെന്ന് വരെ നിങ്ങൾ അതിനെ വിളിച്ച് അധിക്ഷേപിച്ചു. അമ്മ വീട്ടിലും അച്ഛൻ വീട്ടിലുള്ള അതിന്റെ സ്വത്തുക്കൾ എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തലയിട്ട് വീഴും. വാരിക്കോരി ആർക്കും എന്തും കൊടുക്കുന്ന സ്വഭാവ ആ കുട്ടിക്കുള്ളത്. അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കി. സന്തോഷം. മാഡം. ഹലോ, രാജു ഇപ്പൊ എവിടെയാ? ആ, ഞാനിവിടെ പുറത്താണ് മാഡം. പറഞ്ഞോ. രാജു, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ മാഡം, വേഗം പറയേ. ഞാനും വല്യമ്മയും ജയൻചേട്ടനും പ്രിയച്ചിയും കൂടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. അവര് വിളിച്ചോണ്ട് പോയതായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. മനസ്സിലായി, കാര്യം പറയ്. ഫുഡ് കഴിച്ച് ബില്ല് പേ ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോ അതെന്ത് പറ്റിയതാ മാഡം? എനിക്കറിയില്ല രാജു. എന്റെ 2 അക്കൗണ്ടുകളിലായിട്ട് ഒത്തിരി ക്യാഷ് കിടപ്പുണ്ട്. പക്ഷെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. രാജു,
ഞാൻ നാണം കെട്ടുപോയി. ഓക്കെ മാഡം വിഷമിക്കാതെ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി രാജു. ശരി മാഡം. ഓടാനുള്ള തയ്യാറെടുപ്പിൽ വേണം ചെല്ലാൻ. കാരണം കിണ്ണത്തിച്ചാടിയ 2 എണ്ണോ ഇതിനകത്തുള്ളത്. തട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. രുക്മിണിയേ, മോളെ, രുക്മിണി, രുക്മിണി മോളെ, മോളെ രുക്മിണി. ആരാ? ഞാനാ കൊച്ചമ്മിണി, പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ട കൊച്ചമ്മിണി. ആ നിങ്ങളായിരുന്നോ? ആ, കൂതറത്തോളെ പുറത്തിറങ്ങ. അയ്യോ അയ്യോ രുക്മിണി, ചീത്ത വിളിക്കാതെ, ഞാനൊന്ന് പറയട്ടെ. മറുകണ്ടം ചാടി അവളോടൊപ്പം കൂടിയവളാ നിങ്ങള്. പുറത്തിറങ്ങ, ഇറങ്ങ അങ്ങോട്ടെ. അയ്യോ മോളെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ശവത്തെ കുത്തല്ലേ. എന്തിനും ഏതിനും ഒരു മറുകൃതിയില്ലേ. ഞാനൊന്ന് കുമ്പസരിക്കട്ടെ. കുമ്പസരിക്കാനേ ഇത് പള്ളിമേടയല്ല, ഞാൻ പള്ളിയിലെ അച്ഛനും അല്ല. മോളെ, ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മധ്യസ്ഥനോട് പറയുന്നതിന് കുമ്പസാരം എന്നല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കേ, എന്നിട്ട് എന്നെ അടിച്ച് വെളിയിലാക്കിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. കേക്കണം മോളെ. ഇടിവെട്ടിയവനെ പട്ടി കടിച്ച കഥയാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഇടിവെട്ടിയവനെ പട്ടിയല്ല, പാമ്പല്ലേ കടിച്ചത്. അല്ല, എല്ലാ സ്ഥലത്തും പാമ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. ആ അത് ശരിയാ, നിങ്ങൾ പറയ്. രാജു രമ്യ കെട്ടിയേക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷെ നടന്നില്ല. നിങ്ങളുടെ കല്യാണ വെള്ളം മുങ്ങിയപ്പം ഞാൻ വേറൊരു വെള്ളത്തിൽ ചാടിക്കയറി എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ എനിക്കിപ്പൊ പശ്ചാത്താപമുണ്ട്. അവളും അവനും കൂടെ നിങ്ങൾ അവിടെ അടിച്ച് വെളിയിലാക്കി കാണും. അതായിരിക്കും സേവ പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അയ്യോ അയ്യോ അയ്യോ. അല്ല, അവളുടെ കാര്യം വല്ലതും രുക്മിണിക്ക് കേൾക്കണോ? എന്താ എന്താ അവളുടെ കാര്യം? അവളെ മന്ത്രിയുടെ മകളും അല്ല, തന്ത്രിയുടെ മോളും അല്ല. അവള് പിച്ചക്കാരിയാ, വെറും പിച്ചക്കാരി. നിങ്ങൾ എന്താ മുണ്ടയ്ക്കലമ്മ ഈ പറയുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ടിരിക്കെ, ഇരുന്ന് സംസാരിക്കാം. ഇരിക്കും മുണ്ടയ്ക്കലമ്മേ. അതെ, അവളെ വർമ്മ ഒഴിവാക്കിയതാ. സത്യം പറഞ്ഞ വർമ്മ മകളായ ഇവളെ ഷവർമ്മയാക്കി. ഷവർമ്മയാക്കിയെന്നോ? എന്താ അത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ രുക്മിണി, അവളയിലെ 10 നയാ പൈസ ഇല്ല. വർമ്മ അവളെ ഒന്നും കൊടുക്കാതെ ഒഴിവാക്കിയതാ. എന്നിട്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം, വേണമെങ്കിൽ കേട്ടോ.